യേശു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വികാരിയച്ച, സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദനഹക്കാലത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ നാൾവഴികളിലെന്നും ഇടം കണ്ടെത്തിയ ഒരു ജനതയായിരുന്നു സമറിയാക്കാർ. ഒരുപക്ഷെ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമകളിലൊന്നാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ. സ്നേഹമുള്ളവരെ, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിധിപ്രകാരം ഭാഗ്യമായ ശുദ്ധിക്ക് വേണ്ടി മുറിവേറ്റ ആ മനുഷ്യനെ കടന്നു പോകുന്ന പുരോഹിത ലേവായ ഗണം. എന്നാൽ ആ വഴിയെ കടന്നു വന്ന ഒരു സമറിയാക്കാരൻ ആ വ്യക്തിയെ കാണുകയും അവനിൽ അലിവ് തോന്നി അവനെ സമീപിക്കുകയുമാണ് ചെയ്യുക. യേശുക്രിസ്തു പറയുന്നു, നീയും പോയി അതുപോലെ ചെയ്യുക. വീണ്ടും 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുമ്പോഴും യേശുക്രിസ്തു മറച്ചു വയ്ക്കുന്ന ഒരു രഹസ്യമുണ്ട്. 10 പേരല്ലേ സുഖം പ്രാപിച്ചത്, ബാക്കി 9 പേരെവിടെ? സ്നേഹമുള്ളവരെ, മടങ്ങി വന്ന ആ വ്യക്തി ഒരു സമറിയാക്കാരനായിരുന്നു. ഒരിക്കൽ ഒരമ്മയുടെ ഏക മകൻ ഒരു വാക്കുപോലും പറയാതെ തൻ്റെ വീട് വിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോയി. ആ അമ്മ അന്നു മുതൽ ഏറെ പ്രതീക്ഷയോടുകൂടി തൻ്റെ മകൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ആ മകൻ തൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ഉമ്മറത്ത് ഒരു ചെറിയ മേശയിൽ ഒരു പാത്രത്തിൽ അല്പം ഭക്ഷണവും ഒരു വിളക്കും കത്തിച്ചു വെച്ചിരുന്നു. അവൻ ആർത്തിയോടുകൂടി ആ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ഇന്ന് തിരിച്ചു വരുമെന്ന്? അപ്പോൾ സ്നേഹമുള്ളവരെ, ആ അമ്മ പറയുകയാണ്, മകനെ, നീ പോയ അന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി എന്നും ഭക്ഷണം കരുതി വയ്ക്കാറുണ്ടായിരുന്നു. നീ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നതും ഇതുപോലുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ്. യാക്കോബിന്റെ കിണറ്റിന്റെ കരയിൽ യേശുക്രിസ്തു സമറിയാക്കാരി സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൾ അതുവഴിയെ കടന്നു വരുമെന്ന് യേശുക്രിസ്തുവിന് ഉറപ്പുണ്ടായിരുന്നു. സമറിയാക്കാരി സ്ത്രീ അടുത്തു വന്നപ്പോൾ വെള്ളം ചോദിച്ച യേശുക്രിസ്തുവിനോട് അവൾ മതത്തെക്കുറിച്ചാണ് സംസാരിക്കുക. എന്നാൽ വെള്ളം ചോദിച്ച യേശുക്രിസ്തു തന്നെ അവളോട് പറയുകയാണ്, ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാമെന്ന്. കാത്തിരുന്ന് സ്വന്തമാക്കിയവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്നവനാണ് നമ്മുടെ യേശുക്രിസ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് വേണ്ടി യേശുക്രിസ്തു കാത്തിരിക്കുന്നുണ്ട് എന്ന ചിന്തയാണ് വചനഭാഗം നമ്മോട് പങ്കുവയ്ക്കുക. വചനത്തിൽ നാം വായിക്കുന്നു, യേശുക്രിസ്തു പറയുന്നു, ഞാൻ ജീവജലത്തിൻ്റെ അരുവിയാണ്. പിന്നീട് കാൽവരിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവജലത്തിൻ്റെ അരുവിയായവൻ എങ്ങനെയാണ് ദാഹിക്കുന്നവനായി തീർന്നത്? കാത്തിരുന്ന് സ്വന്തമാക്കിയവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും, ഓരോ തുള്ളി രക്തം പോലും ചിന്താൻ തയ്യാറായവനാണ് നമ്മുടെ യേശുക്രിസ്തു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആ സമറിയാക്കാരി സ്ത്രീയെ യേശുക്രിസ്തു സ്വന്തമാക്കുകയാണ്. പിന്നീടുള്ള അവളുടെ ജീവിതത്തിൽ നാം കാണുക, അവൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രേക്ഷിതയായി മാറുകയാണ്. സക്കേബൂസിനെ സ്വന്തമാക്കിക്കൊണ്ട് യേശുക്രിസ്തു അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ 1-ന് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഒറ്റ നോട്ടം കൊണ്ട് യേശുക്രിസ്തു ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, ഈശോയെ, ഞാനിനി നിന്നെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല എന്ന്. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുക്രിസ്തു സ്വന്തമാക്കിയവർക്കൊന്നും അവനിൽ നിന്ന് വിട്ടുപോകുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം യേശുക്രിസ്തു സ്വന്തമാക്കിയത് അവനെ തന്നെ കൊടുത്തുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുന്നതിനേക്കാളും കൊടുക്കുന്നതാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സംതൃപ്തി എന്ന് യേശുക്രിസ്തു വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സമറിയാക്കാരി സ്ത്രീയെ യേശുക്രിസ്തു സ്വന്തമാക്കിയതുപോലെ നാം ഓരോരുത്തരെയും യേശുക്രിസ്തു സ്വന്തമാക്കുന്നത് അവന് വേണ്ടി കൊടുത്തു കൊടുത്ത് കുറയുവാനാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ
വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും സ്വരുക്കൂട്ടാനും നാം ഒക്കെ നെട്ടോട്ടമോടുമ്പോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് മറന്നു പോകാതിരിക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഇന്ന് കാണുന്നിടത്തോളം ഇത്രത്തോളം പച്ച പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ധാരാളം വ്യക്തികളുടെ പ്രാർത്ഥനകളും സ്നേഹവും ത്യാഗവും ഒക്കെയുണ്ട്. ഒരു മുളങ്കമ്പിൻ്റെ മുറിവിൽ നിന്ന് മനോഹരമായ സംഗീതം ജനിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ത്യാഗങ്ങളിലൂടെയാണ് യേശുക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താനായി സാധിക്കുക. കല്ലുകൾ കൊണ്ട് അപ്പമാക്കാനുള്ള പ്രലോഭനത്തെ അതിജീവിച്ചവൻ പിന്നീട് സ്വയം അപ്പമായി തീർന്നതുപോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതേ മാംസം ഭക്ഷിക്കപ്പെടാനും മുറിക്കപ്പെടാനുമുള്ളതാണ്. കൈകളിൽ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നാവിൽ സ്വീകരിക്കാൻ മാത്രം ചെറുതായി തീർന്നവനാണ് നമ്മുടെ യേശുക്രിസ്തു. സ്വന്തം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിന്റെ അല്ലെങ്കിൽ എളിമയുടെ മാതൃക കാണിച്ചവനാണ് നമ്മുടെ യേശുക്രിസ്തു. ആ ക്രിസ്തുവിന്റെ മാതൃകയാകാനാണ് സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വഴിവിളക്കുകളാകണം. അതുകൊണ്ട് തന്നെ നാം വായിക്കുന്ന പുസ്തകങ്ങളും കാണുന്ന സിനിമകളും നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും എന്തിന് നമ്മളിൽ മുഴുവനായും യേശുക്രിസ്തുവിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം. ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ് എന്ന് ഉറക്കെ പറയുവാനും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അവനൊരു നല്ല ക്രിസ്ത്യാനിയാണ് എന്ന് പറയുവാനും ഉതകുന്നതാകണം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം. അവസാനമായിട്ട് സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന പ്രധാന സന്ദേശം സാക്ഷ്യമാകുക, യേശുക്രിസ്തുവിന് സാക്ഷ്യമാകുക എന്നതാണ്. മാമോദീസായിലൂടെ ക്രിസ്തു മിശിഹായാണ് എന്ന് നാം ഏറ്റുപറഞ്ഞതുപോലെ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി അനേകായിരങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും സാക്ഷ്യമായി തീരാൻ ശ്രമിക്കാം. സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടിയതുപോലെ സമറിയക്കാരി സ്ത്രീ യേശുക്രിസ്തുവിന് സാക്ഷ്യമായതുപോലെ മറ്റനേകം പേർക്കും യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം സർവശക്തൻ നാം ഓരോരുത്തർക്കും നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.